അസ്സലാമു നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ കൈപ്പത്തിരി ഉണ്ടാക്കും, ചിലർ അരിറൊട്ടി എന്ന് പറയും. അപ്പോൾ അത് ഞാൻ കലക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ വാട്ടി കുഴച്ച് പരത്തിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് മാവ് കലക്കിയിട്ട് തന്നെ നമ്മൾക്കിത് ചട്ടിയിലൊഴിച്ച് ചുട്ടെടുക്കാം. ഇനി വാഴയുടെ ഇലയിൽക്കായാലും നമ്മൾക്ക് കോരി ഒഴിച്ച് നമ്മൾക്ക് ചുട്ടെടുക്കാൻ ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, പിന്നെ നമ്മൾക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു കയ്യിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. ഇനി നമ്മൾക്കിത് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വെക്കാം. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് കട്ടിയാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പച്ചവെള്ളത്തിൽ തന്നെ ഒന്ന് ഇതേപോലെ കലക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് കൈപ്പത്തിരി പോലെ കിട്ടണമെങ്കിൽ കുറച്ച് കട്ടിയിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ പാകം കാണാൻ പറ്റും. അപ്പോൾ ഇതേ ഒരു കട്ടിയിലാണ് ഞാൻ ഈ ഒരു അരിമാവ് കലക്കിയെടുക്കുന്നത്. നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ നാളികേരത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇതേ കട്ടിയിലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. നമുക്കിത് വാഴയുടെ ഇല ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടും നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ദോശപ്പാനിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് ഓയിലും മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് നല്ല ഓയിലൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു കൈപ്പത്തിരി നമ്മൾക്ക് കോരി ഒഴിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കൈപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കറി കൂട്ടിയിട്ടും അതേപോലെ നാളികേര പാലൊഴിച്ചിട്ടൊക്കെ കഴിക്കാം. ഇനി നമ്മൾക്ക് പാൻ ചൂടായി വന്നപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതേ ഒരു കട്ടിയിൽ ഞാൻ 2 കയ്യിലായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ പത്തിരി പോലെ തന്നെ കൈപ്പത്തിരി ആയിട്ട് നമ്മൾക്ക് കഴിക്കാം. ഇത് നാളികേര പാലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് കറികളും കൂട്ടി കഴിക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ അധികമൊക്കെ ആൾക്കാരുള്ളിടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ചട്ടി വെച്ചിട്ടും ചുട്ടെടുക്കാം. ഇതേപോലെയാണ് ഞാൻ ഈ ഒരു കൈപ്പത്തിരി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല യമ്മി ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു കൈപ്പത്തിരി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈസിയാണ്. അതേപോലെ നമുക്ക് കുഴക്കാനും പരത്താനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ മാവ് കോരി ഒഴിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ കട്ടി വേണമെങ്കിൽ ഒരു 3 കയ്യിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക്. ഞാനിപ്പോൾ ഇത് 2 കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു കൈപ്പത്തിരി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 4 മണി ചായക്കും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈ ഒരൊറ്റ പലഹാരം മതി. ഇനി നമുക്ക് ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിലൊക്കെ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് പഴം ഒരു 4 എണ്ണം ഒലിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. അവിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും അതേപോലെ കടലപ്പൊട്ടും നമുക്ക് ഇതേപോലെ തന്നെ വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സർവ് ചെയ്യാം. നല്ല യമ്മി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പല്ലി പാറ്റ വരാതിരിക്കാനായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്നും രാത്രി ഇത് കിച്ചണിൽ വെച്ച് പോരും. നേരം വെളുക്കുമ്പോൾ അതിൽ പ്രാണികൾ, വണ്ട്, അതേപോലെ തന്നെ പാറ്റകളൊക്കെ പെടാറുണ്ട്. പല്ലി ഇതുവരെ പെട്ടിട്ടില്ല. പക്ഷേ ആ പരിസരത്ത് പല്ലി വരില്ല. 100% എനിക്ക് സക്സസ് ആയൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരെണ്ണം
ഉണ്ടാക്കി വെക്കുക. അതിന് ശേഷം നിങ്ങൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ ഇതവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കുക. ഒരു പല്ലി, പാറ്റ, അതേപോലെ പ്രാണികൾ, വണ്ട് ഒന്നും നമ്മളെ കിച്ചണിൽ ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി ആയിട്ട് ഞാനിത് വെച്ച് കൊടുക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര സമാധാനമാണ്, നല്ലൊരു സഹായമാണ് ഇത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ മതി. അതേപോലെ പല്ലി, പാറ്റൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം കീറി കളഞ്ഞാൽ മതി, ഫുള്ളായിട്ട് കളയേണ്ട ആവശ്യമില്ല. അതേപോലെ നമുക്ക് പല്ലിയൊക്കെ വരുന്ന ഭാഗത്ത് ഇത് ഒട്ടിച്ചും കൊടുക്കാം. ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതേപോലെ ഞാൻ കിച്ചണിൽ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കുപ്പിയുടെ മൂടിയിലേക്ക് ഒരു ലേശം വിക്സ് ഇതേപോലെ പുരട്ടി എല്ലാ ഭാഗത്തേക്കും 2-3 ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വൃത്തിയും ക്ലീനും വേണ്ടതാണ്. അപ്പോൾ ഒരു പല്ലി, പാറ്റ അല്ലെങ്കിൽ പ്രാണികളും അല്ലെങ്കിൽ കുഞ്ഞീച്ച അങ്ങനെ ഒന്നും നമ്മളുടെ കിച്ചണിൽ ഉണ്ടാവില്ല. ഇതേപോലെ നമ്മളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ കിച്ചൺ ഞാൻ അധികം ഉപയോഗിക്കില്ല. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിലാണ് അധികവും ഞാൻ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ഇതേപോലെയാണ് എപ്പോഴും ചെയ്തെടുക്കുക. അപ്പോൾ അത് കാരണം എൻ്റെ പുതിയ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് പല്ലി, പാറ്റ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയാണ്, അതേപോലെ ഭയങ്കര അറപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കിച്ചൺ എപ്പോഴും ക്ലീനാണ്. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഈ ടിപ്പ്.